യേശുവേ, ഈ പ്രഭാതത്തിൽ അങ്ങയോടൊപ്പം ചേർന്നിരിക്കുവാൻ, കനലോട് ചേർന്നിരിക്കുമ്പോൾ കർത്താവെ കനലായി മാറുവാൻ, നിൻ്റെ മാറോട് ചേർന്നിരിക്കുമ്പോൾ നിൻ്റെ ആത്മാവിൻ്റെ തീയായി മാറുവാൻ യേശുവേ, ദാനമായ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ. അപ്പാ, ഞങ്ങളെല്ലാവരും ഒരു മനഹൃദയത്തോടെ സന്തോഷത്തോടെ കർത്താവെ ഇതാ അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തും. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഈശോയെ നമുക്ക് ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊപ്പമാകുവാൻ സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ വേദനകളുടെയും നൊമ്പരങ്ങളെയും ഏറ്റെടുക്കുവാൻ ഇറങ്ങി വന്ന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഏറ്റവും വാത്സല്യപൂർവ്വം സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ച് അങ്ങയുടെ ആലയത്തിലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർത്ത നല്ല ദൈവമേ, നിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവേ ഈശോയെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും ജീവിതത്തിലെ കുറവുകളെ പരിഹരിക്കുവാനും അവിടുന്ന് ഒരുക്കിയ നല്ല സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമായ കർത്താവെ, നിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും അകന്നു പോകാതെ നിനക്കിഷ്ടമുള്ള മകനും മകളുമായി ജീവിച്ചുകൊണ്ട് ദൈവമായ കർത്താവെ, ഈ ഒരാഴ്ചക്കാലം നീ കാത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, നീ ഒരുക്കിയ സ്വീകാര്യ സമയമാണ് കർത്താവെ. അങ്ങേ നോക്കിയവരെല്ലാം പ്രകാശിതരായതുപോലെ അന്ധകാരത്തിൻ്റെ വഴി മറന്ന് പ്രകാശപൂർണനായ ക്രിസ്തുവിനെ കാണുവാൻ ഭാഗ്യമൊരുക്കിയ കർത്താവെ, ഈശോയെ, ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് നിന്നെ കാണുവാനും വേദനകളെ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുവാനും ദൈവമായ കർത്താവെ, ഞങ്ങളെ കൂട്ടായ്മയിലെ എല്ലാ കുടുംബങ്ങളെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ധൂർത്ത പുത്രൻ ദൈവസാന്നിധ്യത്തിൽ നിന്നും അകന്നു പോയപ്പോൾ അവന് മനസ്താപമുണ്ടായതുപോലെ അപ്പൻ്റെ നെഞ്ചോട് ചേർന്ന് വന്നുകൊണ്ട് അപ്പാ തെറ്റുപറ്റിപ്പോയെന്ന് പറയുവാൻ ഒരു വിശാല മനസ്സ് കാണിക്കുവാൻ ദൈവമായ കർത്താവെ, ഞങ്ങളെ കുടുംബത്തിലെ ഓരോ മക്കളെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകമൊക്കെ നേടിയാലും നിൻ്റെ ആത്മാവിനെ എടുത്താൽ എന്ത് പ്രതിഫലമാണ് കൊടുക്കുക എന്ന് ചോദിച്ചതുപോലെ ഈശോയെ, ഈ മനുഷ്യ മക്കൾ എങ്ങോട്ടാണ് ഓടുന്നതെന്നും എന്താണ് സമ്പാദിച്ചു കൂട്ടുന്നതെന്നും ഒന്നും ഞങ്ങൾക്കറിയില്ല കർത്താവേ. ഈശോയെ, അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യവും തേടാതെ വ്യർത്ഥമായി ഓടുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയായ കർത്താവെ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് അവിടുന്ന് പറഞ്ഞതുപോലെ ഈശോയെ, എല്ലാ മക്കൾക്കും നിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുവാൻ അവിടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള ഒരു വിവേകം നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പകലന്തിയോളം അധ്വാനിച്ചിട്ട് സന്ധ്യാസമയം ഭവനത്തിലേക്ക് കടന്നു വന്ന് കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കി കുടുംബമായി പ്രാർത്ഥിക്കുവാനുള്ള അപ്പനും അമ്മയും ഈശോയെ, സ്വാർത്ഥ വ്യർത്ഥമായ സംസാരങ്ങളിൽ മുഴുകിക്കൊണ്ട് കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ സമയങ്ങൾ, വിലപ്പെട്ട സമയങ്ങളെല്ലാം മാറ്റുന്ന പൈശാചിക പ്രവണതകളെ കുടുംബങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് മേവുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട്. ഈശോയെ, വഴികാട്ടിയായ അപ്പനും അമ്മയും മക്കൾക്ക് നല്ല മാർഗനിർദ്ദേശം നൽകുവാൻ തക്ക വിധം അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ ബലിപീഠത്തിലേക്ക് അണഞ്ഞുകൊണ്ട് കുർബാന സ്വീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ തക്ക വിധം ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയിലൂടെയും ഞെരുക്കത്തിലൂടെയും കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. ശാരീരിക രോഗപീഠകൾ കഴിഞ്ഞു കൂടുന്നവരുണ്ട് കർത്താവെ. ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ നെഞ്ചിലമർത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട് കർത്താവെ. ഈശോയെ, എല്ലാം അറിയുന്ന ദൈവമേ, എത്ര പഠിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത പഠിക്കുന്ന മക്കളുണ്ട് കർത്താവെ. ഈശോയെ, പഠിച്ചിട്ടും ജോലി കിട്ടാതെ നിൽക്കുന്ന മക്കളുണ്ട്. ഈശോ, വിവാഹപ്രായമായിട്ടും വിവാഹത്തിൻ്റെ കുദാശയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മക്കളുണ്ട്. എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ല കർത്താവ്. ഞങ്ങളെ കുടുംബങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുവാൻ തക്ക വിധം ഈശോയെ മനസ്സിലേറ്റ മുറിവുകളെ ഈ ആലയത്തിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ തക്ക വിധം എല്ലാ കുടുംബങ്ങളെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണാതിഥിയായ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ഞങ്ങൾ വികാരിയച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ മേഖലകളിലേക്ക് ഒരുപടി മുമ്പോട്ട് നയിക്കുവാൻ അച്ഛൻ കാണിക്കുന്ന വ്യഗ്രതയ്ക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഈശോയെ, കരുണാതിഥിയായ കർത്താവെ, എല്ലാ മക്കളും ദൈവത്തെ അറിയുക എന്നതാണ് പരമപ്രധാനമെങ്കിൽ ഈശോയെ, അച്ഛൻ ചെയ്യുന്ന ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണമേ. എല്ലാ മക്കളും ഈശോയുടെ സ്നേഹം ആവോളം അനുഭവിച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ അച്ഛൻ കാണിക്കുന്ന ബെമ്പലിനെ ഓർത്ത് നന്ദി പറയുന്നു. അച്ഛൻ ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളെ കൂട്ടായ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗീയ ഭാഗ്യത്തിലേക്ക് നയിക്കുവാനുള്ള ശക്തി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സിസ്റ്റേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മതബോധന അധ്യാപകരെ സമർപ്പിക്കുന്നു. ഞങ്ങളെ കുഞ്ഞുമക്കളെ, യുവജനങ്ങളെ, ഞങ്ങളെ കമ്മിറ്റി അംഗങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായി സഭയ്ക്ക് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും മാനിക്കണമേ. എൻ്റെ നാമത്തെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നവൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും മാനിക്കണമെന്ന് യാചിച്ചുകൊണ്ട് ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. യേശുവേ ആരാധന, 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 ആരാധന.